നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വേറൊന്നുമല്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാര്യം വെട്ടുകല്ല് എല്ലാ നാട്ടിലും ഉണ്ടാവില്ല. ഉണ്ടാവുന്ന നാട്ടുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. കണ്ണൂർ കല്ല്, മലപ്പുറം കല്ല്, അങ്ങനെ ഒരുപാട് കല്ലുകളുണ്ട്. ഒരുപാട് നല്ല നല്ല ചെങ്കല്ല് കണ്ട ആളുകളൊക്കെ ഉണ്ടാവും. എനിക്കിതിനെപ്പറ്റി ഭയങ്കര ഗ്രാഹ്യമോ കാര്യങ്ങളൊന്നുമില്ല. അതാരും വിചാരിക്കരുത്, ഇവൻ എന്തൊക്കെയാണ് ഈ തള്ളണതെന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ വീടിൻ്റെ അടുത്ത്, ഇപ്പോൾ എൻ്റെ വീട് കാണുന്ന ഈ ഒരു ആ കുന്നിൻ്റെ അപ്പുറം അറിയാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടെങ്കിൽ ഇത് മൊത്തം ഇത് വെട്ടി എടുത്തിട്ടുള്ളതാണ്. ഇത് ഫുള്ള് വെട്ടുകല്ലെല്ലാം ചെങ്കല്ല്. ഇതൊക്കെ പാഴ് പീസുകളാണ്. നല്ല നല്ല പീസുകൾ ഇതാക്കണം. ഇതൊക്കെ അടിപൊളി പീസുകളാണ്. മേൽപ്പാറ കിട്ടണമെന്നാണ് പറയുക. മേൽപ്പാറ നല്ല കല്ലാവും എന്നൊക്കെ പറയുക. ഇതൊക്കെ കണ്ടെങ്കിൽ ഇതൊക്കെ നല്ല അടിപൊളി വെട്ടല്ലേ. ഞാൻ പറഞ്ഞിട്ട് ഇനി അത് അടിപൊളിയല്ല എന്നും ആരും പറയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനെപ്പറ്റി ഭയങ്കര ഗ്രാഹ്യമൊന്നുമില്ല. ഞാൻ അത് പറയാന്നുള്ളൂ. നിങ്ങൾക്കിത് ഇപ്പം നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളത് മലപ്പുറം കല്ലാണ്. ഞാൻ ഏത് കല്ല് കണ്ടാലും അത് മലപ്പുറം കല്ലാണെന്നോ അല്ലെങ്കിൽ സാധാ അങ്ങനെയൊന്നും നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. അവർ പറയുമ്പോൾ നമ്മൾ ഓക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ നമുക്ക് ധാരണ ഉണ്ടാവും. പിന്നെ നമ്മുടെ വീട്ടിൽ വെട്ടുകല്ല് നമ്മൾ 2ാം നിലേൻ്റെ മേലേന്ന് ഒരു കല്ല് താഴത്തിട്ട് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അതായത് അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നും പൊട്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് അറിയാം അതെങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഇലക്ട്രിക് വർക്ക് നടക്കുന്ന സമയത്ത് അവർ എന്നോട് പറഞ്ഞിരുന്നു ഇതൊരു ഭയങ്കര കല്ലായിപ്പോയി, കാരണം കട്ട് ചെയ്യാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് കല്ലൊന്നും നല്ല കല്ല് തന്നെയാണ് കേട്ടോ. ഇത് വലിയ അടിപൊളി കല്ല് തന്നെയാണ്, ഉഷാറ് കല്ല് തന്നെയാണ്. ഇത് കട്ട് ചെയ്യാനുള്ള മെഷീൻ കേട്ടോ. അതായത് ഈ മെഷീൻ ഇവരിങ്ങനെ തള്ളി ഇങ്ങനെ പോയിട്ട് അതായത് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൊടി കൊണ്ട് ഭയങ്കര പൊടിയായിരിക്കും. ഇനി അത് കാണണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് കാണാനുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു കുഞ്ഞൻ ട്രാക്ടർ പോലൊരു സംഭവമുണ്ട്. അതായത് ഇതിപ്പോൾ നിങ്ങൾ താഴത്തുനിന്ന് അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന മെഷീൻ. അതിൻ്റെ ഇടയിൽ കൂടെ വര ഇടാനുള്ളത്, അതായത് നമ്മുടെ വെട്ടലിന് ഇങ്ങനെ വര ഇടണ്ടേ, ഇടയിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകണ്ടേ, അതിനുള്ള മെഷീനാണിത്. പണ്ട് കാലത്ത് ഇങ്ങനത്തെ കട്ട് ചെയ്യണ പരിപാടിയൊന്നും ഉണ്ടായില്ല. നമ്മളെ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെത്തി നല്ല മിനുസപ്പെടുത്തി എടുക്കുന്ന പരിപാടി. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ലൈന് ഒരു ലൈൻ ഇട്ട് വയ്ക്കും. അതായത് ലൈൻ ഇടാനുള്ള ഇതാണിത്. മറ്റേത് അടി കട്ട് ചെയ്യാൻ. ഇതാണ് ഈ ഒരു വെട്ടുകല്ലിൻ്റെ രീതികൾ. ഇത് ചെയ്യുന്നവർക്ക്, ഈ സ്ഥലം കൊടുക്കുന്നവർക്ക് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അതായത് ഓരോ വെട്ടുകല്ലിന് വെച്ചിട്ടോ അങ്ങനെ എന്തോണം അതിൻ്റെ കണക്ക് വരുന്നത്. അത് ഈ എനിക്ക് തോന്നുന്നു ഈ ഭൂമി ഇങ്ങനെ നിരപ്പാക്കുന്നതോടുകൂടി അവർക്ക് നല്ല കാര്യമായിരിക്കും. കാരണം ഇതൊരു കുന്നും പ്രദേശമാണ്. അപ്പോൾ അവർക്കത് നിരത്തി കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ബെനിഫിറ്റായിട്ട് മാറും. മറ്റേ ചില ആളുകളുടെ സ്ഥലം കുഴിച്ച പോവുക, അപ്പോൾ അവർക്ക് മണ്ണിട്ട് അടിച്ച് നികത്തി കൊടുക്കണം. അത് അത്ര വലിയ ശാശ്വതമാവില്ല.